ഈ നവകേരള സദസ്സ് ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു മെഷീനറി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തുടങ്ങിയത് ജനങ്ങളിലേക്ക് ഭരണ നേട്ടം എത്തിക്കാനെന്നുള്ളതാണ്. ഇപ്പോൾ അതിനകത്ത് വളരെ തമാശ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടു. കാരണം പാലായിൽ കേരള കോൺഗ്രസിൻ്റെ തട്ടകം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നടന്ന മീറ്റിങ്ങിൽ ഈ നവകേരള സഭയിൽ അവിടുത്തെ MP ചാഴിക്കാടൻ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചതെന്ന് പറഞ്ഞത് അത് റബ്ബർ കർഷകരുടെ യഥാർത്ഥ പ്രോബ്ലംസാണ്, അവരുടെ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അതിന് മുഖ്യമന്ത്രി ഇടയ്ക്ക് തന്നെ മന്ത്രിയെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നു, ഇയാളെ ചെവിയിൽ ഇനി മിണ്ടാതിരിക്കാൻ പറയാൻ കേട്ടോ പറഞ്ഞയക്കുന്നു. മന്ത്രി പോയി അത് ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ റോള് നിർവഹിച്ചിട്ട് തിരിച്ചു വരുന്നു. ചാഴിക്കാടനെ പിന്നെ മുഖ്യമന്ത്രി യഥാർത്ഥത്തെ അവഹേളിക്കുകയല്ലേ ചെയ്തത്. അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നമാണ്, റബ്ബർ കർഷകരുടെ പ്രശ്നമാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ പോലും ഒരു കാലത്ത് ഈ റബ്ബർ കൃഷി അങ്ങ് നിർത്തി. കാരണം ഇത് ലാഭകരമല്ലാതായിട്ട് മാറി. ടാപ്പിങ്ങുകാരന് കൊടുക്കാനുള്ള പണം കിട്ടാതെ ആയപ്പോൾ അത് മുറിച്ച് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ആ രീതിയിൽ ഞങ്ങൾ ചെയ്തതാണ്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ റബ്ബർ കർഷകരെന്ന് പറയുന്നവർ, മലയോര കർഷകർ, അവർ ഒരുപാട് കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. കാരണം റബ്ബറിന് വിലയില്ല, താങ്ങുവിലയില്ല. താങ്ങുവില പ്രഖ്യാപിക്കാമെന്നുള്ള രീതിയിൽ അത് പറഞ്ഞുകൊണ്ട് പോർട്ട്ഫോളിയോയിൽ അതും പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അപ്പോൾ 250 അല്ലെങ്കിൽ ഒരു ചെറിയൊരു അലവൻസ് കൊടുത്താൽ അല്ലെങ്കിൽ 200 രൂപയെങ്കിലും പ്രഖ്യാപിക്കണം താങ്ങുവില. ഇത് പറഞ്ഞു. ഇത് ശ്രീ ചാഴിക്കാടൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ജനങ്ങളുടെ ഒരു പ്രശ്നം പറയാനല്ലേ ഈ നവകേരള സദസ്സ് അദ്ദേഹം ഉപയോഗിച്ചത്, അല്ലാതെ വേറെ എന്താണ്? അവിടെ ചെന്ന് ഭരണനേട്ടം പറഞ്ഞതുകൊണ്ട് ജനങ്ങളുടെ വിശപ്പ് മാറുമോ? ഇവരെന്തോന്ന് ഭരണനേട്ടമായി ഉണ്ടാക്കി വയ്ക്കുന്നത്? ഇതുവരെ ഒരു നേട്ടം കൂടിയില്ല. ഇവിടുത്തെ ട്രഷറി പൂട്ടി, അതാണ് ഏറ്റവും വലിയ നേട്ടം. കൊള്ളയടിക്കുന്നു, അത് ഏറ്റവും വലിയ നേട്ടമാണ് കാണിക്കുന്നത്. വഴിയെ പോകുന്നവരെ എല്ലാം പിടിച്ചിട്ട് അടിക്കുന്നു, തെറ്റാണ്. അപ്പം ഞാൻ ഇന്നലെ എവിടെ പോയപ്പോൾ ഞാനൊരു കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് പോയപ്പോൾ ഞാൻ അന്വേഷിച്ചു അവിടെ കേട്ടോ, മുഖ്യമന്ത്രി പരിസരത്തൂടെ എങ്ങാനും പോകുന്നുണ്ടോന്ന്. ഞാൻ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആലുവായി പോയതാണ്. ഈ സ്ത്രീകളുള്ളതാണ്, ഒരു പ്രതിഷേധ യോഗം. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ഞാനിത് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഭാഗ്യത്തിനെതിരെ എങ്ങും മുഖ്യമന്ത്രി ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ എന്നെ പിടിച്ചിട്ട് അടിക്കും, എൻ്റെ ഉടുപ്പ് ഊരിക്കൊണ്ട് പോകും, എന്ത് ചെയ്യാനും? ഞാൻ നഗ്നനായിട്ട് റോഡിൽ നിൽക്കണ്ടേ, പിന്നെ അർത്ഥം നഗ്നനായിട്ട് ആ രീതിയിലേക്ക് വരും. ഇത് എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു ഇവർ? ഇപ്പോൾ ഈ കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ SFIക്കാർ കരിങ്കൊടി കാണിക്കുന്നല്ലോ ഗവർണറെ, അതിനെന്താ മുഖ്യമന്ത്രിക്കൊന്നും മറുപടി ഇല്ലാത്തത്? കരിങ്കൊടി എന്ന് പറയുന്ന സാധനം കാണിക്കരുതെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യണം, ഈ കരിങ്കൊടി കാണിക്കരുതെന്ന് നിർബന്ധമായിട്ട് പറയണം. അതിന് പകരം എന്താണ് ഈ പ്രതിഷേധ സ്വരങ്ങളെന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമല്ലേ? പ്രതിഷേധമില്ലെങ്കിൽ ഭരണം ജനാധിപത്യത്തിന് നന്നാവും? ഒരിക്കലുമില്ല. പ്രതിഷേധിക്കണം, വിമർശനം വേണം. ആ വിമർശനം ഉണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ശരിയായ ഭരണം കാഴ്ചവെക്കണം. അതാണ് ജനാധിപത്യം. ജനാധിപത്യ ഭരണത്തിൽ അതാണ് വേണ്ടത്. പക്ഷെ അതിനു പകരം വിമർശനങ്ങളോ അതുപോലെ എതിർ സ്വരങ്ങളോ ഉണ്ടായാൽ അവരെ അടിച്ചമർത്തുന്ന ഒരു രീതിയിലേക്ക് പോകുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഏകാധിപതിയുടെ സ്വഭാവമല്ലേ ഇപ്പോൾ വന്നേക്കുന്നത്? ഇപ്പോൾ ഏകാധിപതി ഭരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുമായിട്ട് ഇങ്ങനെ റോന്തി വിറ്റുന്നു. അപ്പം വഴി കാണുന്നവരെ ആരും എടുത്തിട്ട് അടിക്കുന്നു. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഒരു പയ്യൻ യൂത്ത് കോൺഗ്രസ്സിലെ ആന്ന് പറയുന്നു, അവൻ നിന്ന് പ്രതിഷേധിച്ചു. അവനെ പോലീസുകാർ പിടിച്ച് മാറ്റി ഒരു സ്ഥലത്ത് അവരെ കീഴ്പ്പെടുത്തി ദൂരോട്ട് കൊണ്ടുപോവാണ്. അവിടെ നിർത്തിയപ്പോൾ എന്താ ചെയ്തേക്കുന്നത്? കിങ്കരന്മാരിങ്ങോട്ടിറങ്ങി പുറകെ വരുന്ന, അതായത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരെന്നുള്ള ഓമനപ്പേരിൽ അറിയപ്പെടുന്ന കിങ്കരന്മാർ, ഗുണ്ടകളല്ലേ, അവരിങ്ങോട്ടിറങ്ങി. അത് 2 പേരുടെ പേരും, ഒരു സന്ദീപ്, ഒരു അനിൽ, ഇങ്ങോട്ടിറങ്ങി. ഇങ്ങോട്ട് വന്നിട്ട് ഇവനെ എടുത്തിട്ട് ചവിട്ടി തൊഴുകിയല്ലേ അടിക്കുകയല്ലേ ചെയ്യുന്നത്. ലാത്തിയും കൊണ്ടുവന്നിട്ട് അങ്ങ് അടിക്കുകയാണ്. വല്ല കാര്യമുണ്ട്? ഇതിനുള്ള അധികാരം ഈ സുരക്ഷാ ജീവനക്കാർക്ക് എങ്ങനെ കിട്ടി? ലോ ആൻഡ് ഓർഡർ നോക്കേണ്ടത് പോലീസാണ്, ഈ സുരക്ഷാ ജീവനക്കാരല്ല. സുരക്ഷാ ജീവനക്കാർ മുഖ്യമന്ത്രിയെ തന്നെ നോക്കിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവന് ഭയങ്കര സുരക്ഷ വേണ്ടേ? അല്ലെങ്കിൽ വലിയ കുഴപ്പമല്ലേ കേട്ടോ? ഇവരെയൊക്കെ ആർക്ക് വേണം യഥാർത്ഥത്തിൽ? അത് ആദ്യം ഒന്ന് ചിന്തിക്കുക. നമ്മളൊന്നും ആർക്കും ഒന്നും വേണ്ട. ഇതൊക്കെ ഈ അടുത്ത സമയത്ത് കാണാൻ തുടങ്ങിയതല്ലേ ഇതൊക്കെ? എനിക്ക് സുരക്ഷയ്ക്ക് ജീവനക്കാർ ഏതാണ്ട് 1990
95 മുതൽ 95, 96 മുതൽ ഏതാണ്ട് 2017 വരെ 2019 വരെ എനിക്ക് ആളുകളുണ്ടായിരുന്നു. അപ്പം ഇത് എനിക്ക് വേണ്ടി ആരെയും അടിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇവരെ കൊണ്ടൊന്നും ആരെയും കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല, ആരെയും ഉപദ്രവിപ്പിച്ചിട്ടില്ല, ഇത് ചെയ്യാം ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഈ സുരക്ഷാ ജീവനക്കാരെ ഇങ്ങനെയൊക്കെ കാണുന്നുടനെ തന്നെ ഇളകുകയാണ്. കാരണം ഇവരെ ഏതാണ്ട് വലിയ ആളായിപ്പോയെന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരും. അത് പാടില്ല. യഥാർത്ഥത്തിൽ ജനങ്ങളാണ് ഇവിടുത്തെ, ജനങ്ങൾ പ്രജകളല്ല, ഇവർ രാജാക്കന്മാരല്ല എന്നൊരു കാഴ്ചപ്പാട് വേണം. എന്നിട്ട് ഈ സുരക്ഷാ ജീവനക്കാർ പോയിട്ട് എടുത്തിട്ട് അടിക്കുക. എന്നിട്ട് അടുത്തവൻ ഇങ്ങോട്ട് വന്നിട്ട് അവനും കൊടുത്തിട്ട് 2 കൊടുത്തിട്ടങ്ങ് പോയി കയറി വണ്ടി കയറി പോയി. ഒരു കാര്യവുമില്ല, വെറുതെ റോഡിൽ നിൽക്കുന്നവനെ ഉപദ്രവിക്കുകയാണ്. വേറെ ഏതാണ്ട് ഒരാളുടെ വീട് കയറി തല്ലി പൊളിച്ച് അയാളുടെ ഭാര്യയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവരെ തള്ളിയിട്ടു. ആലപ്പുഴ ഭാഗത്താണ്. എന്തു ചെയ്യും? അയാളുടെ വീട് കയറി മൊത്തം അടിച്ച് പൊളിച്ച് ഫർണിച്ചറും ഒക്കെ അടിച്ച് പൊളിച്ചിട്ടേക്കാണ്. ഇതൊക്കെ എന്തോ നടക്കുന്നത്? അയാൾ യൂത്ത് കോൺഗ്രസ്സുകാരനായി പോയെന്നുള്ളതാണ്. അതിൻ്റെ സെക്രട്ടറിയോ ഏതാണ്ട് ആണ് അയാൾ. അത് KPCC സെക്രട്ടറിയോ ഏതാണ്ടാണ്. അത് പോയെന്നുള്ളതാണ് അയാളുടെ പേരിലുള്ള കുഴപ്പം. അതുകൊണ്ട് അയാളുടെ വീട്ടിലോട്ട് കയറി മൊത്തം അടിച്ചങ്ങ് നിരത്തി. ഇവർക്കൊക്കെ ഈ ഗുണ്ടകൾക്ക് ഇതിനുള്ള അധികാരം ആര് കൊടുത്തു? ഇതാര് ചെയ്യുന്നു? ഇത് ഗുണ്ടാരാജാണോ ഇവിടെ നടക്കുന്നത്? മുഖ്യമന്ത്രി ഇതിന് യഥാർത്ഥത്തിൽ കൂട്ടു നിൽക്കരുത്. ഇത് അദ്ദേഹം ഇപ്പോൾ ഈ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, ഇത് മിക്കവാറും അവിടെ അവസാനിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രതിച്ഛായ ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അതും കൂടെ നഷ്ടപ്പെടും. ഇപ്പം തന്നെ മിക്കവാറും നഷ്ടപ്പെട്ടു തുടങ്ങി. ജനങ്ങൾക്ക് റോഡിൽ ഇറങ്ങാൻ വയ്യാതായി. കാരണം എവിടെ ആളുകൾ കൂടി നിന്നാലും അവരെ എടുത്തിട്ടടിക്കും. ഇന്നാളൊരു CPM-കാരനെ അവനെടുത്തിട്ട് ചവിട്ടി നശിപ്പിച്ച് അവൻ ഒന്നും ചെയ്തല്ല, അവനെ ആൾ മാറി ഇടിച്ചതാ, റെഡിയാക്കി. ഇത് എടുത്തിട്ട് ചവിട്ടുകയാണ്. കാരണം ഇന്നാരെ എന്നൊന്നുമില്ല, അടിക്കാൻ ഒരാളെ പറഞ്ഞ് ഏർപ്പെടുത്തിയേക്കാണ്, ആളുകളെ ഏർപ്പെടുത്തിയേക്കാണ്. അവന്മാർക്ക് ആരെങ്കിലും അടിക്കണം, അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവരെ തന്നെ അടിക്കും എന്ന് പറഞ്ഞതാണ്. അവിടെ അന്നേരം അടിക്കാൻ വേറെ ആരെയും കിട്ടിയില്ല. അതുകൊണ്ട് ഒരു ശക്തി കുറഞ്ഞ CPM-കാരനെ തന്നെ എടുത്തിട്ട് ചവിട്ടി കൂട്ടി. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ ഈ സംസ്ഥാനത്തെ ഭരണം, പോലീസുകാരുടെ ജോലി DYFകാരെ ഏൽപ്പിക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് ആര് അധികാരം കൊടുത്തു? അത് നോക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇവർക്ക് എന്താ അധികാരം ഈ രീതിയിൽ ജനങ്ങളെ ഉപദ്രവിക്കാൻ? ജനങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ആ സ്വരം കേൾക്കണ്ടേ? ഇവരും തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ? അപ്പോൾ ആലോചിക്കണം. ഇത് ഈ രീതിയിൽ പോയിക്കൊണ്ടിരുന്നാൽ ഇത് വളരെ വളരെ ബുദ്ധിമുട്ട് ഇവർക്ക് തന്നെ ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്ക് ഉള്ള എന്തെങ്കിലും ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാദത്തിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരറിയുന്നില്ല കേട്ടോ. അത് തിരിച്ചറിയണം.